ശ്രീ എം ജയചന്ദ്രൻ, മണ്ഡല പുനർനിർണയവുമായി ബന്ധപ്പെട്ട് ഇന്ന് ചെന്നൈയിൽ വളരെ സുപ്രധാനമായ ഒരു യോഗം ആണ് സ്റ്റാലിൻ വിളിച്ചു ചേർത്തത്. കേന്ദ്ര നടപടികൾ രാജ്യത്തിന്റെ ഫെഡറൽ സംവിധാനത്തെ തകർക്കുന്നുവെന്നാണ് ഈ യോഗത്തിൽ സംസാരിച്ചുകൊണ്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത്. സമാനമായ രീതിയിൽ തന്നെയാണ് അവിടെ പങ്കെടുത്ത ഈ ചർച്ച വിളിച്ചു ചേർത്ത സ്റ്റാലിൻ പറയുന്നത് അങ്ങനെ തന്നെയാണ്. 2056 വരെ ഈ മണ്ഡല പുനർനിർണയം ഒരു തരത്തിലും നടക്കരുത്. ഇതുപോലെ ഇന്ന് നിലനിൽക്കുന്ന അതേ രീതിയിൽ തന്നെ ഈ മണ്ഡല പുനർനിർണയം അതുപോലെ നിലനിൽക്കണം. അതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം തെരഞ്ഞെടുപ്പ് മതിയാൽ മതി എന്നാണ് പറയുന്നത്. എന്താണ് നിങ്ങളുടെ ആശങ്കയ്ക്ക് അടിസ്ഥാനം? നിങ്ങളുടെ ഉദ്ദേശിച്ചത് എന്നോട് ചോദിക്കുമ്പോൾ ടാഗ് ചെയ്തത് ഇടതുപക്ഷ നിരീക്ഷകനാണല്ലോ. അപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ ആശങ്ക എന്നാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അങ്ങനെയല്ല. കാരണം 82ാം ഭരണഘടനാ ഭേദഗതിയിൽ കൃത്യമായി ആ ഭരണഘടനാ ഭേദഗതി പറയുന്നുണ്ട് 2026 ഇനി ഡീലിമിറ്റേഷൻ നടക്കേണ്ടതെന്ന്. അതുവരെ ഡീലിമിറ്റേഷൻ ഫ്രീസ് ചെയ്തിരിക്കുകയാണ്. ഫ്രീസിങ് ഡീലിമിറ്റേഷൻ എന്നുള്ള ആർക്കും, ഇന്ത്യയിൽ ആർക്കും അല്ലെങ്കിൽ ഇന്ത്യക്ക് പുറത്തുള്ള ആർക്കും പിന്നെ ഗൂഗിൾ ചെയ്താൽ അറിയാവുന്ന കാര്യമേ ഉള്ളൂ. അതൊക്കെ അതിനെയാണ് പറയുന്നത് ഇങ്ങനെ വക്രീകരിക്കുന്നത്. അടിസ്ഥാനരഹിതമായ കാര്യങ്ങളാണ് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ. കാരണം ഈ മണ്ഡല പുനർനിർണയം എന്നുള്ളത് എപ്പോൾ നടത്തണം എന്നുള്ളത് ഡീലിമിറ്റേഷൻ ഫ്രീസ് ചെയ്യുമ്പോൾ തന്നെ നിശ്ചയിച്ചിട്ടുണ്ട്. അത് 82ാം ഭരണഘടനാ ഭേദഗതിയിലാണ് ഉള്ളത്. ആ കാലാവധി വെച്ചിട്ട് 2026 ഇത് 2025. അതുകൊണ്ടാണ് സ്വാഭാവികമായും ഇന്ത്യയിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ കക്ഷി ഏതാണ്? BJP, ഭാരതീയ ജനതാ പാർട്ടി എന്ന കക്ഷിയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടി. ആ പാർട്ടിയാണ് ഇന്ത്യ ഭരിക്കുന്നത്. അപ്പോൾ ആ പാർട്ടിക്ക് മറ്റു പാർട്ടികൾ ഒരു ആശങ്ക ഉന്നയിച്ചാൽ, ഇപ്പോൾ അടുത്ത വർഷം ഡീലിമിറ്റേഷൻ നടക്കണം എന്ന് നിശ്ചയിച്ചിട്ടുണ്ട് 82ാം ഭരണഘടനാ ഭേദഗതിയിൽ. അത് പ്രകാരം അങ്ങനെ നടക്കുന്നത് സംബന്ധിച്ച് ആശങ്കകളുണ്ട് എന്ന് ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികൾ, ഏത് രാഷ്ട്രീയ പാർട്ടിയാണെങ്കിലും അത് BJP എന്ന രാഷ്ട്രീയ കക്ഷിയുടെ താഴെ അവരുടെ അംഗസംഖ്യ വരൂ. പക്ഷേ അതുകൊണ്ട് അംഗസംഖ്യ BJPക്ക് താഴെയാണ് എന്നുള്ളത് കൊണ്ട് അവരുടെ വാക്കുകൾക്ക് ചെവി കൊടുക്കേണ്ടതില്ല. അത് കട്ടിംഗ് സൗത്ത് എന്നുള്ള രീതിയിലേക്കാണ് നിങ്ങൾ അതിനെ ഇതിനകം തന്നെ വക്രീകരിച്ച് വെച്ചിട്ടുള്ളത്. കട്ടിംഗ് സൗത്ത് എന്നുള്ള പ്രശ്നമൊന്നും ഇതിനകത്ത് വരുന്നതേയില്ല. അത്ര എലമെൻറ്റിൻ്റെ ആവശ്യവുമില്ല. അനാവശ്യമായ തിരികെക്കയറ്റിലാണ് ഇത്തരം കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ഇത് പ്രശ്നമെന്ന് പറഞ്ഞാൽ ഉദാഹരണത്തിന് കേരളത്തിൽ 20 ലോക്സഭാ സീറ്റുണ്ട്. ഡീലിമിറ്റേഷൻ എന്ന് പറയുന്നത് ജനസംഖ്യയെ അടിസ്ഥാനപ്പെടുത്തിയാണ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ സ്വാഭാവികമായും സീറ്റുകൾ കുറയും എന്ന ആശങ്ക നിലനിൽക്കുന്നുണ്ട്. ആ ആശങ്ക യാഥാർത്ഥ്യമാകുമോ ഇല്ലയോ എന്നുള്ളത് സംബന്ധിച്ച് തീർച്ചയായും ചർച്ച ചെയ്യാം. ചർച്ച വേണ്ടതുമാണ്. അതാണ് ചോദിക്കുന്നത്. ഇതിന് ഈ മണ്ഡല പുനർനിർണയവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു അഭിപ്രായം പറയേണ്ട തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും വിധത്തിലുള്ള ഒരു കരട് രേഖയോ അതുപോലുള്ള സപ്ലിമെന്ററി എവിഡൻസോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് പുറത്തിറക്കിയിട്ടുണ്ടോ? അങ്ങനെ ആശങ്കപ്പെടാൻ മാത്രം എന്ത് സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്? കാരണം 2026 ശേഷം മാത്രമേ ഈ പുനർനിർണയം വരെ നടക്കാൻ സാധ്യതയുള്ളൂ. അതുവരെ ഫ്രീസ് ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരവസ്ഥ. ഇപ്പോൾ വളരെ പെട്ടെന്ന് ഇങ്ങനെ ധൃതി പിടിച്ച് ഇങ്ങനെയൊരു യോഗം, ഈ ഡീലിമിറ്റേഷൻ്റെ പേരിൽ ഒരു യോഗം വിളിച്ചു ചേർക്കുമ്പോൾ അതിന് ചില വിഭജന രാഷ്ട്രീയത്തിൻ്റെ ചില ബഹിർസ്ഫുരണങ്ങൾ അവിടെ നമുക്ക് കാണാൻ കഴിയും. കാരണം തമിഴ്നാട്ടിൽ നിന്നും സ്റ്റാലിൻ്റെ ഭാഗത്തു നിന്നും അടുത്ത കാലത്തായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ചില നീക്കങ്ങൾ രാജ്യത്തെ വിഭജനവാദത്തിലേക്ക് നയിക്കുന്ന ചില ഘടകങ്ങളൊക്കെ അതിലുണ്ട്. അതുകൂടി മുൻനിർത്തിക്കൊണ്ടാണ് ഇനിയും ജനിച്ചിട്ടില്ലാത്ത ഒരു കുഞ്ഞിൻ്റെ ജാതകം ഇന്നതായിരിക്കുമെന്ന് പറഞ്ഞു വെക്കുന്നത്. അവിടെയാണ് ഞങ്ങൾ ഉയർത്തുന്ന രാഷ്ട്രീയം. അല്ല, നിങ്ങൾ ഉയർത്തുന്ന രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ഞാനത് അംഗീകരിക്കില്ല എന്നേ. ഇപ്പോൾ നീലിമ എന്ന ജനം TV-യിലെ ജേർണലിസ്റ്റ് രാഷ്ട്രീയ പ്രവർത്തകയല്ല എന്നെനിക്കറിയാം. ഞാൻ രാഷ്ട്രീയ പ്രവർത്തകനല്ല, നിങ്ങൾക്കും അറിയാം. അതേസമയം ഈ ചർച്ചയിൽ ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന VP ശ്രീപത്മനാഭൻ BJP നേതാവാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. അപ്പോൾ BJP എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ നിലപാടുകൾ വേറൊന്ന്, മറ്റ് പൗരന്മാർ സ്വീകരിക്കുന്ന നിലപാടുകൾ മറ്റൊന്ന് എന്ന നിലയിൽ തന്നെ കാണണം. അല്ലാതെ നിങ്ങളുടേത്
എന്ന് പറയുന്ന ഒരു നിലപാടിനോട് എനിക്ക് യോജിക്കാൻ കഴിയില്ല. അതൊന്ന്, അതിരിക്കട്ടെ, അത് പ്രധാനപ്പെട്ട കാര്യമല്ല, അത് ഒരു ഡിബേറ്റിംഗ് ഇഷ്യൂവും അല്ല, അതവിടെ നിൽക്കട്ടെ. താങ്കൾ പറഞ്ഞതിലേക്ക് ഞാൻ തിരിച്ചു വരാം. ഈ സ്റ്റാലിൻ മറ്റ് പല കാര്യങ്ങളിലും അദ്ദേഹത്തിൻ്റെതായ പേഴ്സണൽ അജണ്ടകൾ രൂപപ്പെടുത്തുന്നുണ്ടാവാം, അങ്ങനെ സംസാരിക്കുന്നുണ്ടാവാം. അതൊന്നും നമ്മുടെ ഈ ചർച്ചയിലേക്ക് ആ വിഷയങ്ങളൊന്നും വെച്ചിട്ടില്ലല്ലോ. അതുകൊണ്ട് ഞാൻ ആ ഭാഗങ്ങളിലേക്ക് കടക്കുന്നില്ല. പക്ഷേ ഈ പ്രശ്നം ഇത് ആ പേഴ്സണൽ അജണ്ടയിലേക്കൊക്കെ വരേണ്ടതുണ്ട്. ശ്രീ എം ജയചന്ദ്രൻ, ഇങ്ങനെ ഒരു രാഷ്ട്രീയ അജണ്ട രൂപപ്പെട്ടതിന് പിന്നിൽ സ്റ്റാലിന്റെ ചില വ്യക്തിപരമായ താല്പര്യങ്ങൾ വളരെ കൃത്യമായി ഉണ്ട് എന്നുള്ള രാഷ്ട്രീയ നിരീക്ഷണങ്ങളും വരുന്നുണ്ട്. അതുകൊണ്ട് കൂടിയാണ് ചോദിക്കുന്നത്, ഇത്തരത്തിൽ ഒരു തരത്തിലും ഒരു വിജ്ഞാപനം പോലും പുറത്തിറങ്ങാത്ത, എന്നോ നടക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു പുനർനിർണയവും അതിനെ തുടർന്നുണ്ടാകുന്ന ഈ തെരഞ്ഞെടുപ്പുമെല്ലാം എത്രയോ നാളിന് ശേഷം ഒരുപക്ഷെ നടക്കേണ്ടതായ ഒരു സംഗതിയാണ്. പക്ഷേ ഇപ്പോൾ തന്നെ ഇവിടെ എന്തോ വലിയ പ്രശ്നം വരാൻ പോകുന്നു. ഫെഡറലിസത്തിന് അങ്ങേയറ്റം വലിയ അപകടം സൃഷ്ടിക്കുന്ന രീതിയിലാണ് കേന്ദ്ര സർക്കാർ BJP പ്രവർത്തിക്കുന്നത് എന്ന വലിയ രീതിയിൽ പ്രചാരണം നടത്തിക്കൊണ്ടാണ് ഇന്ന് ചില സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരും അതുപോലെ ഇന്ത്യ സഖ്യത്തിലെ കക്ഷികളുമെല്ലാം ചേർന്ന്, നേതാക്കളുമെല്ലാം ചേർന്ന് ചെന്നൈയിൽ യോഗം നടത്തിയത്. അത് മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയം എന്ന് പറയുന്നത് ഇവിടുത്തെ ഫെഡറലിസത്തെ തകർക്കാൻ ശ്രമിക്കുന്നു എന്നാണ്. എങ്ങനെയാണ് ഫെഡറലിസത്തിന് നേർക്കുള്ളൊരു വെല്ലുവിളിയായി ഇത് മാറുന്നത്? ഞാൻ ആദ്യമേ തുടക്കത്തിലേ പറഞ്ഞല്ലോ, ഇതൊക്കെ ആരാണ് പറയേണ്ടത്? ഇത് തീർച്ചയായും നീലിമയല്ല ഇതിൻ്റെ അകത്തൊരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തേണ്ടത്. രാജ്യം ഭരിക്കുന്ന മുന്നണി നയിക്കുന്നത് BJP എന്ന രാഷ്ട്രീയ പാർട്ടിയാണെന്നേ. ആ രാഷ്ട്രീയ പാർട്ടിക്ക് നേതൃത്വമുണ്ട്, ആ നേതൃത്വത്തിന് പറയാം. അതല്ലെങ്കിൽ ഗവൺമെൻറ് ഉണ്ട്, ഗവൺമെൻറ് നേതൃത്വമുണ്ട്, ആ നേതൃത്വത്തിന് പറയാം. അവരാരും ഇത്തരം കാര്യങ്ങൾ നടക്കുന്നുണ്ടെന്ന് അറിഞ്ഞിട്ട് തന്നെ അവരക്കാര്യത്തിൽ നിലപാട് സ്വീകരിക്കുന്നില്ല. ഇനി അതൊരു വശം. രണ്ടാമത്തെ വശം ഞാൻ ആദ്യമേ പറഞ്ഞു, BJP ആണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ കക്ഷി. ആ രാഷ്ട്രീയ കക്ഷിക്ക് കീഴിലാണ് ബാക്കി എല്ലാ കക്ഷികളും ഉള്ളത്. അപ്പോൾ ഒരു ആശങ്ക വരുമ്പോൾ ആ ആശങ്കയെ ദൂരീകരിക്കുക എന്നുള്ളത് ജനാധിപത്യത്തിൽ ഏറ്റവും പരമപ്രധാനമായ വഴി എന്ന് പറയുന്നത് ഡയലോഗ്സാണ്, ചർച്ചകളാണ്. അത്തരമൊരു നിലപാട് ഒരു ചർച്ചയ്ക്ക് വെക്കുന്നതിന് എന്താ തെറ്റെന്താ? ഇതിൻ്റെ അകത്ത് ആരെങ്കിലും അടിച്ചിരുത്താനോ അടിച്ചമർത്താനോ അവരുടെ മുകളിൽ കയറാനോ അല്ലല്ലോ ആരും പരസ്പരം ശ്രമിക്കേണ്ടത്. പ്രശ്നങ്ങൾ ഉണ്ടെന്ന് ഒരാൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ചും അംഗസംഖ്യയിൽ കുറവുള്ള രാഷ്ട്രീയ കക്ഷികൾക്ക്, BJP-യെക്കാളും അംഗസംഖ്യയിൽ കുറവുള്ള രാഷ്ട്രീയ കക്ഷികൾക്ക് അത്തരം ഒരു വ്യത്യസ്ത അഭിപ്രായം ഉണ്ടെങ്കിൽ ആ അഭിപ്രായത്തിനോട് ഡയലോഗിലൂടെ നിലപാട് വിശദീകരിക്കുക. ഗവൺമെന്റ് നിലപാട്.